എന്താടോ തന്റെ പേര്? എന്താടാ തന്റെ വായല്? തന്റെ പേരൊന്ന് പറഞ്ഞൂടെ? പേര് സരോജി. വായിലുണ്ടായിരുന്ന ഹാൻഡ്സ്. എന്താ വേണോ? താനത് കണ്ടോ? പുകയിലയുടെയും മറ്റു ഉപയോഗം കൊണ്ട് വന്ന വിനയാണ്. ഇനിയും കുട്ടിക്ക് പറഞ്ഞൊന്നും മനസ്സിലായില്ല എങ്കിൽ സിസ്റ്റർ വാർഡിൽ കൊണ്ടുപോയി ചില കാഴ്ചകൾ കാണിച്ചു തരും. സിസ്റ്ററെ ഇവരൊന്നോട് കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ. എന്താ? എന്ത് പറ്റി? ഇല്ല, ഞാൻ ഇനി ഇത് ഉപയോഗിക്കില്ല. മതിയായി. എനിക്കെല്ലാം മനസ്സിലായി. എനിക്ക് വീട്ടിൽ പോകണം. എനിക്ക് എന്റെ അമ്മയെ കാണണം. നീ അവിടെ നിന്നെ എവിടെയായിരുന്നു ഇതുവരെ? കുറെ ദിവസമായല്ലോ കണ്ടിട്ട്. വേമ്പാ, പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. ആ, നീ എന്താ തുറച്ചു നോക്കുന്നത്? ഒന്നിങ്ങോട്ട് വാ. നീയൊന്ന് രുചിച്ചു നോക്ക്. പുതിയ സാധനമാ, ബോംബെ. നീ എന്തായി കാണിക്കുന്നേ? ഇതൊക്കെയാ നമ്മുടെ ഭാവി നശിപ്പിക്കുന്നത്. നമ്മുടെ ശരീരവും ആരോഗ്യവും ബുദ്ധിയുമല്ല. അതെ, ഞാൻ കണ്ടതായല്ല, എല്ലാം ഞാൻ നേരിട്ടറിഞ്ഞതാ. ഇവരെ പോലുള്ളവരെയും നമ്മൾ തിരിച്ചറിയണം. ഇത് വിൽക്കുന്ന കടകൾ പോലും നമ്മൾ ഒരുമിച്ച് നശിപ്പിക്കണം. വാ, എല്ലാവരും വാ. ഇനി ഇത് ഇവിടെ തുടരാൻ അനുവദിക്കരുത്. ഏയ്, അക്രമമൊന്നിനൊരു പരിഹാരമല്ല. നമുക്കൊരു നിയമത്തിന്റെ വഴിക്ക് വിടാം. പുകയിലയുമായി ബന്ധപ്പെട്ട മറ്റ് വസ്തുക്കളും, ഹാൻസ്, പാൻ പരാഗ് എന്നീ പല നാമങ്ങളിൽ അറിയപ്പെടുന്ന പുകയിലയുമായി ബന്ധപ്പെട്ട മറ്റ് പല വസ്തുക്കളും, ഇതെല്ലാം ക്യാൻസറുമായി വളരെയധികം ബന്ധപ്പെട്ടാണ്. പുകയില നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചിട്ട് ക്യാൻസർ വരാനുള്ള സാധ്യത, ഏത് ഭാഗത്താണ് ക്യാൻസർ വരുന്നതെന്നതിലും അതിയായ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന്, പുക വലിക്കുന്നവരിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസർ ശ്വാസകോശാർബുദമാണ്. ശ്വാസകോശാർബുദത്തിന് ഒരു കാരണമായി പറയുകയാണെങ്കിൽ 90% രോഗികളിലും കാരണം എന്ന് പറയുന്നത് പുകവലി തന്നെയാണ്. ചവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വായ്ക്കകത്തും തൊണ്ടയ്ക്കകത്ത്, അന്നനാളം, കണ്ടനാളം, ഇവിടെയെല്ലാം ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു സമൂഹത്തോട് നമ്മൾ എന്നും പറയുന്നത് പുകയില ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കരുത്. ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തുക. എന്ന് നിങ്ങൾ പുകയിലയുടെ ഉപയോഗം നിർത്തുന്നോ അന്നു മുതൽ നിങ്ങൾക്ക് ഈ രോഗം വരാനുള്ള സാധ്യത തീർച്ചയായും തുടരുന്ന ഒരാളേക്കാൾ കുറവായിരിക്കും.